ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഞാൻ രാവിലെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഉള്ള ഒരുക്കത്തിലാണ്. അതിനു മുമ്പായിട്ടുള്ള മുഖത്തെഴുത്ത് എന്നൊക്കെ പറയും അല്ലേ. എൻ്റെ മുഖത്തിടുന്ന ക്രീമൊക്കെ തീർന്നുപോയി. അതുകൊണ്ട് ഞാൻ ബോഡി ലോഷൻ, ഈ വാസ്ലിൻ്റെ ബോഡി ലോഷനാണ് ഇപ്പോൾ മുഖത്ത് പരട്ടിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏട്ടനോട് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഓൾട്ടർനേറ്റീവായിട്ട് എനിക്ക് പിന്നെ ക്രീം വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ ഈ ക്രീം ഇടാണ്ട് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സംതൃപ്തി വേണ്ടേ, അതുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്നൊക്കെ മേടിച്ച് തരണം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് ഈ മുഖത്ത് ഇടാൻ വേണ്ടി പറ്റുമെന്ന് എനിക്കറിയില്ല. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ പിന്നെ വാസ്ലിൻ്റെ ബോഡി ലോഷനാണ് ഇപ്പം പൊട്ടിക്കൊണ്ട് അത് മുഖത്തിട്ടതിൽ കൂടെ അത്ര വലിയ കുഴപ്പമൊന്നും വരാനില്ല. ഇത് ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന പൗഡറാണ്. ഗോകുൽ. നല്ലൊരു സ്മെല്ലും നല്ല നനുത്തൊരു സ്മെല്ലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. അങ്ങനെ ഞാൻ എപ്പോഴും ഈ തുണി എടുത്തിട്ട് തന്നെയാണ് എൻ്റെ പൗഡറൊക്കെ ഇടുന്നത്. അല്ലാണ്ട് ഞാൻ സ്പോഞ്ചും കാര്യങ്ങളും ബ്രഷൊന്നും ഉപയോഗിക്കാറില്ല. ഇങ്ങനെ തന്നെയാണ് എപ്പോഴും ഒരുങ്ങാറ്. ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ആധികാരികമായിട്ട് ഒരുങ്ങിയിട്ട് കടയിൽ പോകുകയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇതൊക്കെയാണ് എപ്പോഴും എൻ്റെ ഒരു മേക്കപ്പ് റൊട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പൗഡറൊക്കെ നന്നായിട്ടിടും. മുഖത്തൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഏട്ടൻ പിന്നെ ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിൽ കയറിയിട്ടുള്ളത്. ഏട്ടൻ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് ഞാൻ ഒരുങ്ങി തീർക്കണം. അതാണ് എപ്പോഴും ആ ഒരു എന്താ പറയുക, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലെല്ലാം പോയി എല്ലാം ഫ്രഷായിട്ട് വന്നിട്ട് ഏട്ടനെ വിളിക്കും. ഏട്ടൻ എണീച്ചിട്ട് ബാത്റൂമിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഒരുങ്ങും. പിന്നെ ഏട്ടന് ഒരുങ്ങും. പിന്നെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യുന്നവരെ ഞാൻ വെറുതെ ഇരിക്കും. പിന്നെ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ഷോപ്പിലേക്ക് പോകും. ഇതാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ പൗഡറൊക്കെ ഇട്ട് അധികം ഇടാറില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്തടിച്ചതുപോലെ ഉണ്ട് ഈ പൗഡർ അധികം ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഏകദേശം സെറ്റപ്പായിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഓക്കെ തന്നെ. ബാക്കി പൗഡർ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും എന്താ ടച്ചപ്പിൻ്റെ ഒക്കെ ആവശ്യം പോകുന്ന കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുത്തിടാമല്ലോ അല്ലേ. പിന്നെ ഇനി മുടി കെട്ടലാണ് അടുത്ത പണി. പറഞ്ഞാൽ ഈ മുടി ഒതുക്കി കെട്ടിക്കഴിഞ്ഞ ശേഷം മാത്രം മുഖത്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ മുടി ചീകുമ്പോഴേ ചിലപ്പോൾ പിന്നെ നമ്മൾ പൊട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സിന്ദൂരത്തിൻ്റെ ചാന്തില്ലേ അതാണ് വെക്കുക. അപ്പോൾ മുടി കൊണ്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് അതിന് ശേഷമാണ് പിന്നെ മുഖത്ത് പൊട്ടൊക്കെ വെക്കുക. ഓക്കെ, ആദ്യമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ ഞാൻ ഈ മുടി ചീകുമ്പോഴെപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. പിന്നെ കുറേ നാൾ മുന്നേ മുടി എൻ്റെ ഫുൾ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് ശരിക്കും ഇങ്ങനെ മുട്ട കാണുമായിരുന്നു, തലയോട്ടി കാണുമായിരുന്നു, അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മാതമംഗലത്ത് ഒരു പിന്നെ എന്താ പറയുക ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ പോയി ഞാൻ പിന്നെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അന്നേരം അവർക്കൊരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത്രയും വളർന്നു കണ്ടില്ലേ, മുടി ഇത്രയും വളർന്നു. ഞാൻ നന്നായിട്ട് മുറിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം ഇത്രയും വളർന്നു. അപ്പോൾ പിന്നെ ഹോമിയോ ഡോക്ടറോടൊക്കെ പോയി അവരെനിക്കൊരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ എനിക്കൊരു 10-26 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ ഈ 2 ഫ്രണ്ടിലും പിന്നെ മുടി ഇങ്ങനെ നരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഈ നരവൊന്നും ചെയ്യുന്നില്ല, മുടി കൊഴിച്ചിലും കൂടെ നരയും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ ഇത് നരക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്താ പറയുക, എന്നിട്ട് ഇതില്ലേ എണ്ണ അത് ഉപയോഗിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. മുടി കൊഴിച്ചിൽ സ്വാഭാവികമായിട്ട് ചെറിയ ആ ഒരു തോതിൽ കുറയും, പേടിക്കൊന്നും വേണ്ടായിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്ക് താഴെ വരെ മുടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മുടി കൊഴിച്ചിൽ വന്നതിന് ശേഷം പിന്നെ മുടീൻ്റെ ആകെ ഒരു ലെവലങ്ങ് പോയി. ഇപ്പോൾ ആദ്യം ഞാൻ വളർത്താണ്ട് തുടങ്ങി. ഇപ്പോൾ കണ്ടില്ലേ അത്രയും ലെങ്ത്ത് വെച്ചിട്ടുണ്ട്. കുറേ കൂടി മുടി വളർന്നു കഴിഞ്ഞാൽ ഞാൻ തലയിൽ തേക്കുന്ന എണ്ണ എങ്ങനെയാണ്, ഏതാണ് എണ്ണ, ഞാൻ എങ്ങനെയത് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ സീക്രട്ടായിട്ട് നിൽക്കട്ടെ. പിന്നെ മുടി കുഴപ്പമില്ല, മുടി കൊഴിച്ചിലൊന്നുമില്ല, അങ്ങനെ മുടി കൊഴിഞ്ഞു പോകുന്നില്ല. ഞാൻ ആദ്യമൊക്കെ ഞാൻ കുളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ബാത്റൂമിൽ കംപ്ലീറ്റ് മുടിയായിരിക്കും. ഇപ്പം അങ്ങനെ മുടിയൊന്നുമില്ല. പിന്നെ
സ്ലൈഡ് നിർബന്ധമാണ്. എനിക്ക് ഈ ഹെയർ പിന്നില്ലേ, നമ്മൾ സ്ലൈഡ് എന്ന് പറയും, ഓക്കെ. അത് നിർബന്ധം. ഇല്ലെങ്കിൽ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നെ ഇളകി പോകുന്നു. ഈ ഷോപ്പിൽ നിൽക്കുമ്പോഴും മുടി ഇളക്കിയിട്ടിട്ടൊന്നും നിൽക്കാൻ കഴിയും, ഒതുക്കി കെട്ടിയിട്ട് വേണം നിൽക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ അത് കസ്റ്റമേഴ്സിനും പിന്നെ മോശമായിട്ട് തോന്നും. പിന്നെ അതുമല്ല, നമ്മൾ ഈ ലേഡീസ് ആകുമ്പോൾ ഈ മുടി എങ്ങാനും കൊഴിഞ്ഞു പോയിട്ട് ഗ്ലാസ്സിലോ ചായയിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വേറെ എന്തെങ്കിലും സാധനത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ മോശമല്ലേ. ഞാൻ ഐബ്രോ പെൻസിലാണ് ഇടുന്നത്. ഈ ഐബ്രോ പെൻസിലിന് 5 രൂപയാണ് 10 രൂപ എങ്ങാണ്ടാണ്. ഞങ്ങളെ ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഞാൻ ഇനി ഒരു തവണ കാണിച്ചു തരാം, ഓക്കെ. ആ ഷോപ്പ് ഞാൻ അവിടെ നിന്നാണ് പിന്നെ ഐബ്രോ പെൻസിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോഴും ഒന്നായിട്ട് വാങ്ങൂല, ഞാൻ ഒരു 2-3 എണ്ണമൊക്കെ ഒന്നിച്ച് വാങ്ങും. പിന്നെ അല്ലെങ്കിൽ അവർക്ക് ഞാൻ ഈ പിന്നെ വലിയൊരു കടയിൽ പോയിട്ട് ഒരു മുട്ട സൂചി വാങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് പിന്നെ ഒരു 2-3 അടുപ്പിച്ച് വാങ്ങും, ഓക്കെ. ഇനി പൊട്ടാന്ന് ചാന്താണ് വെക്കുന്നത്. ഞാൻ എപ്പോഴും വർഷങ്ങളായിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എത്രയോ വർഷം എൻ്റെ ഫോട്ടോസ് കാണുന്നവർ, എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ഞാൻ ഇതുപോലെ ചാന്ത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാവുക എപ്പോഴും. പിന്നെ വേറൊരു പൊട്ട് ഞാൻ വെക്കാറില്ല, എപ്പോഴും ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുക. നല്ല റൗണ്ട് പുരുകത്തിന് നടുക്ക് റൗണ്ടിലൊരു പൊട്ട്, ഓക്കെ. ഇനി കളഭാണ്. ഞാൻ ഈ കളഭം ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്. പിന്നെ അവർ പറയുന്നത് പിന്നെ ഗംഗാ നദിയിലെ ജലം കൊണ്ട് ഇതാക്കി എന്താ പറയുക മിക്സാക്കിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 3 വർഷമായിട്ടുണ്ടോ ഞാനിത് വാങ്ങിയിട്ട്, ഈ സംഭവം വാങ്ങിയിട്ട്. ഇപ്പോഴും അതിന് നല്ല വെറ്റാണ് കേട്ടോ. ഞാൻ പിന്നെ വേറെ വെള്ളം അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. ആ വാങ്ങിയ അന്ന് തൊട്ടിട്ട് ഞാൻ വെള്ളമൊന്നും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ പിന്നെ റോസ് വാട്ടറൊന്നും ഉപയോഗിക്കാതെ തൊട്ട് വെക്കുന്നത് തന്നെയാണ്. ഇപ്പോഴും അത് വെറ്റായിട്ട് തന്നെ ഉണ്ട്. അതെന്താ കാരണം എന്ന് എനിക്കറിയില്ല. ഇനി പിന്നെ ഞാൻ ഇടുന്നത് വാസ്ലിൻ, ഈ കാലിന് നടുവുന്ന വാസ്ലിൻ, അതായത് ചുണ്ടിന് നടുന്ന വേഗം നല്ല എഫക്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഞാൻ എപ്പോഴും വാസ്ലിൻ തന്നെയാണ് ഉപയോഗിക്കാറ്. ലിപ് ഗാർഡ് വാങ്ങണം, ഓക്കെ. ഇത് പറയുമ്പോഴേ എനിക്ക് ഓർമ്മ വന്നു. ഇനി ലിപ് ലൈനർ. ഭയങ്കര ആധികാരികമായിട്ട് വരക്കണം എന്നറിയൊന്നുമില്ല. പിന്നെ എന്താ പറയുക, എന്നാലും നമുക്ക് നമ്മളതായ രീതിയിലൊക്കെ ഇങ്ങനെ വരച്ചെടുക്കാം, അത്ര തന്നെ, ഓക്കെ. ഇത് പിന്നെ ലോട്ടസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. 284 രൂപയാണ്. ഇതിൻ്റെ ഒരു പിന്നെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സൂപ്പർ സാധനമാണ്. നമ്മളങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തടിക്കുന്ന പോലത്തെ ഒരു കളറൊന്നുമല്ല, എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്നതാണ്. സൂപ്പർ എന്നുള്ള രീതിയിലുള്ളൊരു കളറാണ്. ഏട്ടൻ ചീത്ത പറയും, എന്തിനാ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ലെന്ന് പോകുന്നു, ലിപ്സ്റ്റിക്കൊന്നും അധികം ഇട്ടുകൂടാന്നൊക്കെ പറയും. പക്ഷെ ഒരു ഇഷ്ടം ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ, കുഴപ്പമില്ല. ഓക്കെ. ഇനി സിന്ദൂരം തീർന്നു പോയിനി. കണ്ട ഫുൾ കലീനി കുറച്ചും കൂടി ഉള്ളൂ. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ പറയാറില്ല, ഞാൻ അവിടുന്ന് ആ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോഴും ഒന്നായിട്ടൊന്നും വാങ്ങാറില്ല, 1, 2, 3 ഇങ്ങനെ വാങ്ങും. ഇല്ല, അവർക്ക് അതൊരു സന്തോഷമാണ്. കാരണം ചെറിയ പൈസേൻ്റെ സാധനം ഒറ്റൊന്നായിട്ട് വാങ്ങിയിട്ട് വരുമ്പോൾ അവർക്ക് വിഷമാവില്ല. ഞാനൊരു കച്ചവടക്കാരിയാണ്, അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങുന്നത്. അപ്പോൾ എല്ലായി. ഇനി പിന്നെ ഞാൻ ഈ മാല കറുത്ത മാലയാണ് ഇടുന്നത്. കാരണം പിന്നെ താലിമാല ഇത്ര രാവിലെ പോകുമ്പോൾ ഏട്ടൻ മുന്നേ പോകും, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോവുക. അപ്പോൾ പിന്നെ താലിമാല ഇട്ടിട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കറുത്ത മാല ഇട്ടിട്ട് തന്നെ പോവുക. കടയിലിടുമ്പോൾ നിൽക്കുമ്പോഴും ഇത് തന്നെ ഇടുക, ഓക്കെ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഒരുക്കം. ഇങ്ങനെ തന്നെയാണ് എനിക്കിഷ്ടം താനും, ഓക്കെ. എപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് ആർക്കില്ല. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റും ഉടൻ വരുന്നതിൽ എല്ലാവർക്കും ബൈ.